തൃശൂരിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റ് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ആണ് കോൺഗ്രസിൽ ചേർന്നത്. പാർട്ടിയുമായുള്ള ഭിന്നതയെ തുടർന്ന് കഴിഞ്ഞ ദിവസം CPM-ൽ നിന്ന് ജിയോ പുറത്താക്കിയിരുന്നു. നരാജ് പരശുരാം ചേരുന്നുണ്ട്. നരാജ്, എന്താണ് രാജിക്ക് കാരണം? പഞ്ചായത്തിന്റെ ഭരണം ഇനി എങ്ങനെയായിരിക്കും? ധന്യ, തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി ഇനി ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ഒരുപാട് ഉണ്ടാകും എന്നുള്ളതാണ് കാര്യം. തൃശൂർ എളവള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ജിയോ ഫോക്സ്. നല്ല രീതിയിൽ ഭരണ മികവ് കാഴ്ചവെച്ച ഒരു പഞ്ചായത്ത് തന്നെയായിരുന്നു എളവള്ളി പഞ്ചായത്ത്. നിരവധി ഭരണ നേട്ടങ്ങൾ കൈവരിക്കുകയും അംഗീകാരങ്ങളും എളവള്ളി പഞ്ചായത്തിന് തേടിയെത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു ജിയോ ഫോക്സ്. പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും പാർട്ടിക്കെതിരെ പരസ്യ പ്രസ്താവനകളൊക്കെ തന്നെ ജിയോ ഫോക്സ് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അധികം കളിച്ചാൽ താൻ കോൺഗ്രസിൽ ചേരുമെന്നൊക്കെ തന്നെ അദ്ദേഹം ഒരു പരസ്യ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ജിയോ ഫോക്സിനെ CPM പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. ജിയോ ഫോക്സിന്റെ ഒരു രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ തുടക്കകാലത്ത് അദ്ദേഹം കോൺഗ്രസ് അനുഭാവി തന്നെയായിരുന്നു. പിന്നീടാണ് CPM-ൽ എത്തിയത്. CPM-ൽ എത്തി പിന്നീട് എളവള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവുകയായിരുന്നു. വളരെ മികച്ച പഞ്ചായത്ത് ഭരണം കാഴ്ചവെച്ചിട്ടുമുണ്ട് എന്നതും സത്യമാണ്. നിരവധി വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ സ്ഥാനാർത്ഥിയാവാനുള്ള ഒരു താല്പര്യം ജിയോ ഫോക്സ് ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയിൽ നിന്നും അതിന് വേണ്ടത്ര പിന്തുണയോ പ്രോത്സാഹനമോ ലഭിച്ചില്ല എന്നുള്ളത് ജിയോ ഫോക്സിനെ നിരാശപ്പെടുത്തിയിരുന്നു. ഇതും മറ്റു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയും തിരിച്ച് കോൺഗ്രസിലേക്ക് പോകാനുള്ള ചർച്ചകൾ പലപ്പോഴും നടക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പരസ്യ പ്രസ്ഥാനം വരികയും CPM പുറത്താക്കുകയും ചെയ്തത്. ഈ അവസരം കോൺഗ്രസ് നേതാക്കൾ ഉപയോഗിക്കുകയായിരുന്നു. തിരിച്ച് കോൺഗ്രസിലേക്ക് ജിയോ ഫോക്സിന് അംഗത്വം നൽകിയിട്ടുണ്ട്. അനിൽ അക്കരെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എത്തിയാണ് ജിയോ ഫോക്സിന് അംഗത്വം നൽകിയത്. എന്തായാലും ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇടത് കോട്ടയാണ് എളവള്ളി പഞ്ചായത്ത് എന്ന് പറയാം. അവിടെയാണ് ഇത്തരത്തിലൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ശരി, നടരാജ്.